സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു ബ്രാൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് എൻ്റെ ആദ്യം തന്നെ ഞാൻ കലവറ നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് തന്നെ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ള എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മൾ ഇതിന് മുമ്പ് തന്നെ ചീസി ചിക്കൻ ചെയ്തിട്ടുണ്ട്, വാഴയിൽ തന്നെ നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള വാഴയിലയിൽ എന്തൊക്കെയോ ചിക്കൻ വെച്ചിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് റെസിപ്പീസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് അറിയണമെങ്കിൽ നമുക്കത് ഷെഫിനെ ഇൻവൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഷെഫാണ് പിന്നെ ഈ ചിക്കൻ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷോയിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നമ്മുടെ മാജിക് ഷെഫ് ഡൈൻ ലക്കി കിങ് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഇങ്ങനെ എന്താ പറയാ ഉശിരോടെ നിൽക്കുന്ന നമ്മുടെ ഷെഫിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നാളൻ. മറ്റേ സംഭവത്തിൽ നിറഞ്ഞില്ലേ? താങ്ക് യു. ഇന്നത്തെ ചിക്കൻ കണ്ടപ്പോഴേ ഞാൻ ആ പ്രൊഡ്യൂസർ അടുത്ത് പറഞ്ഞു കൊച്ചിന് ഡബിൾ എനർജി ആയിരിക്കും. ഇന്ന് മറ്റേ നമ്മള് കഴിഞ്ഞ എപ്പിസോഡ് പോലെയല്ല, നമ്മൾ ഇന്ന് നോൺ വെജ് ആണ് നമ്മുടെ മെയിൻ ഐറ്റം. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മുടെ കലാപരിപാടികളിലേക്ക്. സുന്ദരനാണ്, പിന്നെ നമ്മളെ പോലെ തന്നെ ഇന്ന് ഡാർക്ക് കളറാണ് ഇട്ടേക്കുന്നത്. ബ്ലാക്ക് അല്ല, ഞാൻ കണ്ടു, ബ്ലാക്ക് അല്ല ഇട്ടേക്കുന്നത്, പക്ഷെ ഡാർക്കർ കളറാണ് ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മൾ മൂന്ന് പേരുന്ന സിംഗിൾ ആണെന്ന് ഫ്രെയിമില് അവരേക്കുന്ന മൂന്ന് നല്ല ചുള്ളൻ ചുള്ളികൾ ആയിട്ട് രണ്ട് ചുള്ളന്മാരും ഒരു ചുള്ളത്തിയും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ട് അങ്ങോട്ട് തകർത്ത് അമ്മാനമാടി ഭയങ്കര കിടലിനായിട്ട് നമ്മുടെ തേങ്ങാപ്പാൽ രസമൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയി നല്ല ഡിലീഷ്യസ് ആയിട്ട് ഉണ്ടാക്കി. എപ്പിസോഡ് കണ്ടിട്ട് പലരും പറഞ്ഞു ഇമോഷണലി കണക്റ്റഡ് ആണ്. അതെ, ഭയങ്കര എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ്. ഇമോഷൻസ് ആയിക്കോട്ടെ, നമ്മൾ നല്ല പാട്ടായിക്കോട്ടെ, എൻജോയ് ചെയ്ത് നാടൻ പാട്ടൊക്കെ പാടി. അതിന് പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടല്ലോ കുറച്ചധികം നമ്മൾക്ക് ആക്ടിങ് മറ്റേ അഭിനയം ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെല്ലുവിളിയാക്കാം. സ്റ്റേറ്റ് അവാർഡ് വിന്നർ. Yes, let's invite നമ്മുടെ സ്വന്തം മണികണ്ഠൻ ചേട്ടനാണ്. So let's invite him. വീണ്ടും വെൽക്കം വെൽക്കം വീണ്ടും. നമസ്കാരം ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? സുഖമായിരിക്കുന്നു. വരണം വരണം. വീണ്ടും ഒരു യുദ്ധം തുടങ്ങിയാലോ? ഞാൻ പഠിച്ച എല്ലാ പാഠങ്ങളും ഒന്നുമില്ലാതായി പോവുകയാണ്. ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മളായിട്ടാണല്ലോ ചിക്കൻ. അതെ, ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ചിക്കൻ ആണ്. ഞാനും ആദ്യം തന്നെ പറഞ്ഞു ചിക്കൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട. പക്ഷേ ബുദ്ധൻ കാണുന്നുണ്ട്. ഓ ശരിയാലേ. നല്ല ഈ ലോക്കറ്റ് ഒന്ന് സൂമിൻ ചെയ്യോ? നല്ലൊരു ലോക്കറ്റ് ഒക്കെ അതെ, ക്ഷമിക്കണം നമ്മളോട്. നമ്മൾക്ക് ഇന്ന് ഒരു ദിവസത്തേക്ക് ഒന്ന് ക്ഷമിക്കാം. കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നെങ്കിൽ ഞാനൊരു തേങ്ങാപ്പാൽ സ്പെഷ്യൽ രസം തന്നേനെ, പക്ഷെ ഈ എപ്പിസോഡിൽ അതെ. അപ്പൊ അതിനുമുമ്പ് ചേട്ടാ കഴിഞ്ഞ എപ്പിസോഡ് തേങ്ങാപ്പാൽ രസം ഉണ്ടാക്കിയിട്ട് പോയിട്ട് പിന്നെ എന്തെങ്കിലും വീട്ടിൽ വല്ലതും ട്രൈ ചെയ്തു? വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വീട്ടില് എന്താ പറയാ അത് ചെയ്തിട്ടില്ല. അപ്പൊ അതിന് അത് എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഇട്ടിട്ട് ഞങ്ങളെ കൂടെ ഒന്ന് ടാഗ് ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയില് അങ്ങനെ വലിയ ശ്രദ്ധ ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ഷെഫായിട്ട് കുറച്ചു നേരം ഇരുന്ന് റൂമിൽ നിന്ന് സംസാരിച്ചപ്പോൾ കുറച്ച് ട്രിക്കൊക്കെ പറഞ്ഞു. അതുകൊണ്ടുള്ള കാര്യങ്ങൾ ഇത് കണ്ടിട്ട് ചിക്കൻ ഇരിക്കുന്നുണ്ട്. ചിക്കനായിട്ടുള്ള എന്തോ തോന്നുന്നുണ്ടല്ലേ? തേങ്ങാപ്പാലുണ്ടോ? ഇതിനും തേങ്ങാപ്പാലുണ്ടല്ലേ? ബാൽസമിക്. ഓ വിനേഗർ ഞാൻ കണ്ടപ്പോ വൈന. ഈ ചിന്തയുള്ളൂ. ഇത് കണ്ട വൈനാന്ന് തോന്നില്ല ചേട്ടാ, നോർമലി അല്ലേ പോലെ ഉണ്ട്. അടിക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നു. അടിക്കുന്നവർക്ക് എന്റെ ദൈവം ഇത് നോക്കിയത് ഓഡിയൻസ് വൈന്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷിന്റെ പേരാണ് ചിക്കൻ പട്ടാക്കാസ്. ചിക്കൻ പട്ടാക്കാസ്. ഓ ഫ്രൈഡ് എന്തെങ്കിലും ആണോ? നോക്കാം. ഓക്കെ. കുക്ക് കുളം തിന്നണ്ട, കുളം കുക്കിന് തിന്നണ്ട. എനിക്കൊന്ന് ആദ്യം പ്രിപ്പയർ ആവാനായിരുന്നു എന്താണെന്ന് ആലോചിച്ചിട്ട് വേണ്ട, ഞാൻ ആലോചിക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. ആദ്യം തന്നെ ചെറിയുള്ളി ഇട്ടു. ചേട്ടന് ചെയ്യണമെന്നുണ്ടോ? ചേട്ടന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് വേറെ പണിയുണ്ട്, അദ്ദേഹത്തിന് വേറെ പണി വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ ചെയ്യാം. ആദ്യം തന്നെ ചെറിയുള്ളി ഉണ്ടായിരുന്നത് മൊത്തം ചെറിയുള്ളി എടുത്തിട്ട് ചതയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. അടുപ്പ് ഞാൻ കത്തിച്ചു, അത് താങ്കൾ കുറച്ച് കഴിഞ്ഞിട്ട് കത്തിച്ചാൽ മതി. ഇത് ചതയ്ക്കണം. ഓക്കെ. രണ്ടാമത്തെ ഇത് മൊത്തം രണ്ടെണ്ണം പോയി. അല്ല ഞാൻ ഓക്കെ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന കുക്ക് വെയർ എന്ന് പറയുന്നത് ഷെഫ്ലേയുടെ കുക്ക് വെയർ ആണ്. ഇത് ശരിക്കും ട്രൈപ്ലൈ കുക്ക് വെയർ ആയതുകൊണ്ട് തന്നെ 3 കോട്ടിംഗ് ഉണ്ട്. അതിനകത്ത് ഒരു കോട്ടിംഗ് അലൂമിനിയാണ്, നടുക്കാണ് വരുന്നത്. പിന്നെ ഇത് അതുപോലെ തന്നെ നടുക്കായതുകൊണ്ട് തന്നെ കെമിക്കൽസ് ഒന്നും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല. ആൻഡ് ഓൾസോ എല്ലായിടത്തും ഈവൺ ആയിട്ടാണ് ഹീറ്റ് പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ടും കുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. ഗ്യാസ്, അവൻ, അതുപോലെ ഇൻഡക്ഷൻ്റെ അകത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? അപ്പം വെളിച്ചെണ്ണയുടെ കാര്യം എത്ര വെളിച്ചെണ്ണ ഒഴിച്ചു? കുറച്ച് ഒഴിച്ചോളൂ. എത്ര ഒഴിച്ചേ? വെളിച്ചെണ്ണയുടെ കാര്യം പറയാനാണെങ്കിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ നമ്മുടെ കേര ഡിലൈറ്റിൻ്റെ കോക്കനട്ട് ഓയിലാണ്. ഇത് നിങ്ങൾക്ക് കവർ കാണുമ്പോൾ തന്നെ അറിയാം, ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണ്. ഉള്ളിൽ കൂടെ നമുക്ക് ഓയിൽ കാണാം. ഓയിൽ തന്നെ എന്ത് ട്രാൻസ്പെറൻ്റ് ആണെന്ന് നിങ്ങൾ നോക്കിയാൽ. അപ്പോൾ അത്രയും ഒട്ടും കെമിക്കൽസോ ടോക്സിൻസ് ഒന്നും ആഡ് ചെയ്യാത്ത ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഓയിലാണ്. സോ നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടട്ടെ ചേട്ടാ. കറിവേപ്പിലയും കൂടെ ഇട്ടോട്ടെ ചേട്ടാ. ഇത്ര മതിയോ? കുറച്ചുകൂടെ ഇടണോ? ആ തുറക്കാവോ? ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കണ്ട, നമ്മളൊന്ന് കണ്ടോട്ടെ. ഓക്കെ, കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. ഇതും കാന്താരി മുളക് ഇനി ഇടാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് വെളുത്തുള്ളി ഇടാണ്ട് കുറച്ച്. ഓൾറെഡി അത് അങ്ങനെ തന്നെ ഇട്ടേക്കുന്നത്. ഇതാ അത്രയും ബാക്കിയുള്ളൂ. നല്ല സൗണ്ട്. കഴിഞ്ഞില്ലേ? ഒരു മിനിറ്റ്. ഇത്ര മതി? കാന്താരിമുളക് ഇട്ടോ? ഇല്ല, ചിക്കൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ കാന്താരിമുളകും ചില്ലി ഫ്ലേക്സും ഇടേണ്ടിയിരുന്നത്. പക്ഷെ നമുക്ക് സാരില്ല, നമ്മൾ വേറെ രീതിയിലാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അല്ല കുഴപ്പമുണ്ടോ? പഠിച്ചെടുക്കുന്നില്ലേ നോക്ക്. അമ്മേ സോറി. ഇതൊക്കെ ഷെഫിന് പുത്തിരിയാണോ? കാന്താരി മുളക് തെറിച്ച് വീഴുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തത് ഒന്നുകൂടെ നമുക്ക് പറയാം. ആദ്യം വെള്ളം ഒഴിച്ചിട്ടില്ല. സോറി ചേട്ടാ, ഞാൻ ചെറുതായിട്ടൊന്ന്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്ന് ആദ്യം തൊട്ട് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു, പിന്നെ അതിന് ശേഷം ചെറിയുള്ളി ചതച്ചത് ആഡ് ചെയ്തു, കറിവേപ്പില ആഡ് ചെയ്തു, പിന്നെ ചിക്കൻ ആഡ് ചെയ്തു, വെളുത്തുള്ളി ആഡ് ചെയ്തു, ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തു, വേറെന്താ ആഡ് ചെയ്തേ? കുറച്ച് വെള്ളം ഒഴിച്ചു. ഇപ്പം എന്താ ആഡ് ചെയ്തത്? ഇപ്പം മല്ലിപ്പൊടി ആഡ് ചെയ്ത്. ആണോ? അല്ല, ഗരം മസാല. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഷെഫ്. ഏതാ ആഡ് ചെയ്ത്? ഈ സംഭവം പറഞ്ഞു തരുമോന്നല്ലേ? അതാ ഗരം മസാലയാണോ മല്ലിപ്പൊടിയാണോ തീരുമാനിക്കും? ഗരം മസാല ഇട്ട് മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി അല്ലത് ഗരം മസാലയും കുരുമുളക് പൊടിയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതിനുശേഷം നമ്മൾ ആഡ് ചെയ്തത് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തതാ. ഗരം മസാല ഒരുപാട് വേണമെന്നല്ല, ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ആഡ് ചെയ്തതാണ്. അപ്പോൾ അതും ആഡ് ചെയ്തു. ഓവർ പവർ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ബാൽസമിക്, ഇത് നമ്മുടെ വൈനല്ല കേട്ടോ, ഇത് വിനേഗറാണ്. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഓക്കെ, നമുക്ക് ഇത് അടച്ചു വെക്കാം ചേട്ടാ. ഒരു ടേബിൾ സ്പൂൺ ഇച്ചിരി ഒന്ന് വിനീഗർ ഉപയോഗിക്കാം. അതിന് ശേഷം ഒഴിച്ചാൽ മതി. ഓക്കെ, 2 ടേബിൾ 2 ടേബിൾ സ്പൂൺ ബാൽസമിക് വിനേഗർ നമ്മൾ ആഡ് ചെയ്തു. ഇതിന് പകരം നിങ്ങൾക്ക് തെങ്ങക്കള്ള് ഉപയോഗിക്കാം. ഇതിന് പകരം നീ തന്നെ ഉപയോഗിക്കണം നിർബന്ധമല്ല. അപ്പോൾ പലരും ചോദിക്കും, ഇനി ഞാൻ ബാൽസമിക് വിനീഗറിന് എവിടെ പോകും? വേണ്ട, തെങ്ങക്കള്ള് ഉപയോഗിക്കാം, സാധാ വിനീഗർ ഉപയോഗിക്കാം. തെങ്ങക്കള്ളും 2 സ്പൂണാണ് ഇടുന്നത്. കോക്കനട്ട് വിനീഗർ ഉപയോഗിക്കാം അല്ലേ? ചേട്ടാ, എന്തൊക്കെയാണ് പുതിയ സിനിമാ വിശേഷങ്ങളും പുതിയ പരിപാടികൾ? 1-2 കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം ചെയ്തു കഴിഞ്ഞത് കറക്കം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. സുഭാഷ് എന്ന് പറയുന്ന സംവിധായകൻ, ചാൾസ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ ഉർവശിയുടെ സിനിമ സംവിധാനം ചെയ്ത ആളുടെ 2ാമത്തെ പടമാണ്. ശ്രീനാഥ് ബാസിയാണ് കോമഡിയാണോ നായകൻ. കോമഡി ഉണ്ട്. ഞാൻ അതിൽ വില്ലനായിട്ടാണ്. ഒരു കോമഡി പിടിക്കണം കേട്ടോ. കോമഡി എല്ലാം പിടിക്കാം. അടിപൊളിയായിരിക്കും. അലമാര എന്ന് പറഞ്ഞ സിനിമയിൽ മിഥുൻ എനിക്കൊരു ത്രൂഔട്ട് കോമഡി ക്യാരക്ടർ ചെയ്ത് തന്നിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു തരുന്നത്. എന്താണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവരുതെന്നുള്ളൊരു ശ്രദ്ധ എല്ലാ ക്യാരക്ടറിനും കൊടുക്കാറുണ്ട്. മനസ്സിലായി. പിന്നെ എളുപ്പം അല്ല കോമഡി ചെയ്യാൻ. കോമഡി കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്.
ഓ അതിന്റെ കൂടെ നമ്മളിപ്പോ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോൾ ഒരു വേറെ ഒരു ഭംഗിയാണ് കാണാൻ അല്ലേ? ഇങ്ങനെ ക്രീമി ആവും പെട്ടെന്ന്. തേങ്ങാപ്പാൽ വായി കൂടെ വെള്ളം പോയ സൗണ്ട് ആയിരുന്നു കേട്ടത്. ഇല്ല തേങ്ങാപ്പാൽ നമ്മൾ ആഡ് ചെയ്യാണ്. അയ്യോ ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് ഇച്ചിരി കൂടെ കൂടുതൽ തേങ്ങാപ്പാൽ തന്നു തോന്നുന്നു. ഷെഫിന് ഇത്രയും തേങ്ങാപ്പാൽ കൊടുത്തിട്ടില്ലായിരുന്നു. മണികണ്ഠനെ കണ്ടണം തൊട്ട് ചായ കൂടുതൽ ഇൻഗ്രീഡിയൻസ് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഷെഫ് ഇത് നന്നായി ചെയ്യരുത് നോർത്തിട്ട് ആരോ തേങ്ങാപ്പാൽ കുറച്ച് വെച്ച പോലെയുണ്ട്. അതെ, ആരോ പറഞ്ഞു കാണാം ഇനി ഷെഫ് ആയതുകൊണ്ട് കൂടുതൽ തേങ്ങാപ്പാൽ, വെളിച്ചെണ്ണ, കാന്താരി മുളക് ഇദ്ദേഹത്തിന് ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് സമയമുണ്ടോ നമുക്ക് കുറച്ച് വർത്തമാനം പറയാൻ? വർത്തമാനം പറഞ്ഞോ, കുക്കിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിനകത്തുള്ള അതെ ഇതാണ് നമ്മളിവിടെ കുക്ക് ചെയ്യുമ്പോൾ അതെ ഇത്രേ ഉള്ളൂ. നമ്മൾക്ക് ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാട്ട് വേണ്ടേ? പാട്ട് പാടുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ സിനിമയിലോട്ട് വരുന്നതും പണ്ട് തൊട്ടേ ആഗ്രഹമായിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് അങ്ങനെ എങ്ങനെയാണ് സിനിമയിലേക്കുള്ള? സിനിമയിൽ ഒരു മദ്രാസ് ജീവിതമുണ്ട്. മദ്രാസിലായിരുന്നു സിനിമ ആധികാരികമായി പഠിച്ചത്. പഠിക്കാൻ പോയി എഡിറ്റർ ബി ലെനിൻ സാറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ഏകദേശം ഇതൊക്കെ തന്നെയാണ് പരിപാടി. പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഗുരുകുല സമ്പ്രദായമായിട്ട് ആണ് ഞാനെടുത്തതും അദ്ദേഹം എനിക്ക് തന്നതും. ഓരോ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ ആക്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പോൾ അടിച്ചു വരുമ്പോൾ ഒരു റൂം അടിച്ചു കയറി കഴിഞ്ഞിട്ട് ഇത് ഇവിടെ പെറുക്കി മുടിച്ചാച്ചാ മുടിച്ചാ அப்படியா சரி நீ ஒரு சொம்பு தண்ணி எடுத்துகிட்டு வாங்க ഒരു വെള്ളം ഒരു മുണ്ട വെള്ളം എടുത്ത് തന്നെ പുള്ളി ഇത്തിരി കുടിച്ചിട്ട് എനിക്ക് തരും കുടിക്കാൻ പറയും. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ ഇവിടെ നിറച്ച് മാറാമ്പലായി മറ്റേ പുള്ളി അതടിച്ചു വരാനൊന്നും പറയില്ല. എപ്പോഴും തണ്ണി ഇപ്പിടി കുടിക്കാത്ത ഇപ്പിടി കുടി അപ്പോൾ മേലെന്നു തരും. ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നൊരു പരിപാടി വീട്ടുപണിയിലൂടെ പഠിച്ചു. അങ്ങനെ ഓരോന്ന് അതൊരു എക്സാമ്പിൾ ഒരെണ്ണം പറഞ്ഞതാണ്. അതായത് അത് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാണെന്നാണ് ഞാൻ അന്ന് ധരിച്ചിരുന്നത്. ഈ പുള്ളി അഭിനയം പഠിപ്പിക്കാന്ന് പറഞ്ഞ് കൊണ്ടായിട്ടുള്ള വീട്ടുപണി മുഴുവൻ എടുപ്പിക്കുകയാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് എൻ്റെ ലാംഗ്വേജ് എന്താണ് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് തന്നെ. ഭയങ്കര ഇൻഫർമേഷൻ ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് ആക്ടിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെഫ് തന്നൻ അക്കാഡമിയിലേക്ക് വരിക, അടുക്കളയിലേക്ക് വരിക. അല്ല നമുക്ക് ഒരു മഹാ സ്റ്റേറ്റ് നടനാണ് പറയുന്നത്. അദ്ദേഹം അടുക്കളയിൽ നിന്നും സ്റ്റേറ്റ് അവാർഡ് നേടിയ ഒരു നടനായി മാറിയ കഥ. ഇവിടെയും ടോയ്ലറ്റ് ഉണ്ട്, പാത്രങ്ങളുണ്ട്. ഇവിടെ രാവിലെ നിങ്ങൾക്ക് പാല് കാച്ചാൻ അവസരമുണ്ട്. നിങ്ങളിലൊരു നടൻ വിളിച്ചു. വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ അടുക്കളയിൽ കയറിയിട്ട് നടനുണ്ടെങ്കിലേ ഈ പറഞ്ഞ സാധനങ്ങളിൽ നമുക്ക് വേണ്ടത് നടനിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കറി വെച്ചിട്ട് ഇങ്ങോട്ട് വരും. പക്ഷെ ഈ കറി വെച്ചത് അഭിനയമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാന്നുള്ളത് നടൻ എന്ന് പറയുന്നൊരു സാധനം ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഉള്ളിൽ അതുണ്ടാവും. അതുണ്ടെങ്കിൽ ദൈവമേ മതി. എന്നെ ആരെങ്കിലും കാണുന്ന ഒരു ചാൻസ് ഭയങ്കര നടനായി മാറും. ഭയങ്കര അടുക്കളക്കാരനാണ്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയും നമുക്ക് നമ്മുടെ ജോലിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, നമ്മൾ പ്ലേറ്റ് ചെയ്യാനായിട്ടില്ലല്ലോ. പ്ലേറ്റ് ചെയ്യാനായോ? എന്തോ ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതല്ലേ ഫ്രൈ ചെയ്യാൻ പോവാ. കണ്ടോ, നമ്മൾ വാഴയിലാണ്. വാഴയിലയും കരിവേപ്പിലയും കാന്താരിയും ഒന്നും ഇല്ലാണ്ട് എന്താ നമ്മൾ വാഴയില വെച്ചിട്ട് എന്തൊക്കെ ഡിഷസ് അലുവ ഉണ്ടാക്കി. വാഴയില വെച്ചിട്ട് മറ്റേ എല്ലാ മധുരം ഉണ്ടാക്കിയത് വാഴയില വെച്ചിട്ടല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു ഉണ്ടാക്കിയത്? നമ്മള് വാഴക്കൂമ്പ് ബിരിയാണി. അത് ഞാൻ കണ്ടിരുന്നു. നമ്മുടെ ഷാജുട്ടൻ വന്നപ്പോഴായിരുന്നു. യെസ് ഷാജുക്കോടിയൻ ചേട്ടൻ വന്നപ്പോഴായിരുന്നു. യെസ്, കുറച്ചുകൂടെ ഉപ്പും പുളിയും വേണം. അത്രേ ഉള്ളൂ. അല്ല ഇല്ലല്ല, ഞാൻ സവോളയുടെ ഭാഗമാണ് കഴിച്ചത്. എനിക്ക് കറക്റ്റ് ആയിട്ടാ തോന്നുന്നു കേട്ടോ. അയ്യോ ഒരു മിനിറ്റ്, ഇത് ഞങ്ങൾ മനസ്സിലാവില്ല. കിട്ടുന്നുണ്ടല്ലോ ഒരു ഇത് ശരിയാവില്ല കേട്ടോ. ഇത് ശരിയാവില്ല.
അപ്പൊ നമ്മള് ഒന്ന് ചിക്കൻ നമ്മൾ മൊത്തം ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ വാഴയില ഒന്ന് അതിനെന്താ നമ്മൾ പറയാ ഇങ്ങനെ ചെയ്യുന്നത്? കിഴി കെട്ടുന്നതിന്. അല്ലല്ല, ഇങ്ങനെ ചൂട് വാട്ടുക, എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഈ ബാക്കിയുള്ള കുറച്ച് ചിക്കൻ കിഴി പോലെ. അയ്യോ ചേട്ടാ, ഞാൻ ചെയ്യണോ? ഞാൻ പിടിച്ചോണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഞാനത് പിടിക്കാം. ആഹാ. അപ്പോൾ നമ്മൾ വാഴയിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കുറച്ച് ഗ്രേവിയും കൂടെ ആഡ് ചെയ്തിട്ട് കിഴി പോലെ കെട്ടി നമ്മൾ അതിന് ശേഷം ഫ്രൈ ചെയ്യാണ്. ഓക്കെ ഓക്കെ, ഞാനിത് കെട്ടാം. അപ്പോഴത്തേക്കും ചേട്ടൻ ഈ ഹോളുള്ള തവി ഉപയോഗിക്കും ബ്രദർ. ഇലയിലെ എണ്ണയും കൂടെ ചേർത്തായിരിക്കും ചെയ്യുന്നത്. അതിനകത്ത് എല്ലാം ഉണ്ട്. ഓക്കെ. ഞാൻ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. സൗണ്ട് കേൾപ്പിച്ച് തീ വരുമ്പോൾ ഞാൻ ഇവിടെ അടുത്തുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നമ്മൾ ഈ ആവിയിലാണ് ഇതിന്റെ ഫുഡ് ആർട്ടിഫിക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വല്ലതും നടക്കും. അതെ, രണ്ടാമത്തെ കിഴി കെട്ടും. അവിടെ എന്തോ അന്വേഷിക്കുന്നത് പറയണ്ട. ഈ കിഴിയത്തിൽ വലിയ കിഴിയാട്ടോ. ആണോ? അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണ് പറയുന്നത്. കുറച്ച് കൂടുതൽ ഗ്രേവി വന്ന കിഴിയാണ്. ഗ്രേവി ഒക്കെ ഇടുന്നുണ്ട്. ഓക്കെ. ഇത് കാണുമ്പോൾ തോന്നും ഈ പണിക്ക് പോകണ്ട. അപ്പൊ ഈ ഫ്രെയിം നോക്കി വർക്ക് ചെയ്താണ്. ചെടി കിട്ടുന്നതൊക്കെ നോക്കണം. എന്താ കറക്റ്റ് അല്ലേ? അതല്ല, ഒന്നും പറയല്ലേ എനിക്ക്. എങ്ങനെ ഇളക്കിയെന്നറിയോ? നോക്കാം. എങ്ങനെ ഇത് പറയല്ലേ? അങ്ങനെ അത് ഭയങ്കര വൈറലായി. മൂന്ന് കിഴി കെട്ടിയിട്ട് നമ്മൾ ചിക്കൻ പട്ടാക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അകത്താക്കി വെച്ചിട്ടുണ്ട്. റെഡി. അപ്പോൾ കഴിക്കാം അല്ലേ? ആഹാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചിക്കൻ പട്ടാക്ക. ചേട്ടനും കാണിക്കൂ. ഇതാണ് ഞങ്ങളുടെ ചിക്കൻ പട്ടാക്ക. ഒരു പട്ടാക്ക എടുക്കുന്നു. ആർക്കും പരാതികളില്ല. ഇല്ല. ആഹാ. അമ്പാ. ആഹാ. അപ്പത്തിന്റെ മണവും കൂടെ വരുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു മണം. അതെ. അപ്പം 4 മണിക്കാറ്റിൽ വന്നാൽ കഴിക്കാം. ഓക്കെ. ഓ, നല്ലപോലെ വെന്ത് നല്ല ചൂടുണ്ടാവും തോന്നുന്നു. സോഫ്റ്റ് വെന്ത് അല്ലേ? ഇങ്ങനെ അപ്പത്തിനോടെ കഴിക്കാൻ, അല്ല ടച്ചിങ്സ് ആയിട്ട് കഴിക്കാം. ചെറിയല്ലേ? ചൂടൊന്ന് ആറിക്കോട്ടെ. കഴിക്കാം. പുക പോകുന്നു. പുക പോകുന്നത് എത്രയും ക്ലിയർ ആയിട്ട് കാണാം നമുക്ക്. പുക പോകുന്നത് ഇതിനെ പട്ടാക്കാസ് ഉള്ളതാണ്. അപ്പൊ പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ചേട്ടാ ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ട്? ചൂടാണോ? ചൂടുണ്ട്. ഫുൾ ടേസ്റ്റ്. അപ്പമാണോ ഇതിന്റെ നമ്മളെ കുരുമുളക് കിട്ടില്ല. കുരുമുളക് കിട്ടില്ല. ശരി, എൻ്റെ കുരുമുളക് കിട്ടി. എവിടെ നോക്കിയാ നിൽക്കണേ? എന്നെ പറ്റിച്ചു. നമ്മൾ കുരുമുളക് കിട്ടില്ലേ? ഇല്ല, ഞാനിപ്പോ ഒരു കുരുമുളക് അടിച്ചപ്പോൾ ഞാൻ ഇട്ടില്ലല്ലോ. കുരുമുളക് ഒരു കടി കിട്ടണം. കുറെ സാധനങ്ങൾ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ 2 കുരുമുളക് അടിച്ചു ഞാൻ. ഷെഫ് മൊത്തം കുരുമുളക് ഷെഫിന്റെ പേര് ഇട്ടു. എന്താണെന്നറിയോ? വേറെ വർത്താനം പറയാൻ പോയില്ലേ? അല്ല, ഷെഫ് മൊത്തം എടുത്തു. ആ അപ്പത്തിന്റെ കൂടെ ഡെഡ്ലി കോമ്പിനേഷൻ. ഒരു രക്ഷയില്ല. നമുക്ക് നമ്മുടെ സ്മോക്ഡ് ചിക്കൻ ചെയ്താലോ? പിന്നെ ഇന്ന് 2 ഡിഷാണ് കേട്ടോ. ഒന്ന് ചിക്കൻ പട്ടാക്ക, ഒന്ന് സ്മോക്ഡ് ചിക്കൻ പട്ടാക്ക. ഞാനാ ഈ ക്രിസ്മസിന്റെ അന്നൊക്കെ നമ്മൾ ഈ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് കുക്ക് ചെയ്യില്ലേ? അപ്പൊ ഒരു കള്ളപ്പവും ആ ഒരു മിക്സ് കഴിക്കണമെങ്കിൽ 4 മണിക്കാറ്റിൽ വരണം. കഴിച്ചിട്ട് വേണം ഡയലോഗ് കഴിക്കാൻ. വെളുത്തുള്ളി എല്ലാം ഉണ്ട്. ഇത് നല്ലതായിരിക്കും തോന്നുന്നു. വെളുത്തുള്ളിയും എല്ലാം ഉണ്ടായിരുന്നു. സ്മോക്ഡ് ചിക്കൻ സക്സസ്. സ്മോക്ഡ് ചിക്കൻ പട്ടാക്ക ഷെഫ് തരും. നമ്മളെ നിന്നാ മതി. ഷെഫ് ചിക്കൻ മസാല ടേസ്റ്റ് നോക്കണം.
ഒരു രക്ഷയില്ല. അടിപൊളി. അപ്പം പൊളി. സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മുടെ ചിക്കൻ പൊട്ടാക്ക സക്സസ്ഫുൾ ആയി. ചിക്കൻ പൊട്ടാക്കയും ചിക്കൻ സ്മോക്ഡ് പൊട്ടാക്കയും റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അല്ലേ, എന്താ മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, മഞ്ഞൾപ്പൊടിയില്ല, ആവശ്യമില്ലാത്ത പൊടികളൊന്നുമില്ല. നമ്മൾ എന്ത് പൊടി ഇട്ടത്? ഒരു പൊടി മാത്രം ഇട്ടല്ലോ. എന്തായിരുന്നു? ഒരു ടച്ച് ഓഫ് ഗരം മസാല, അത് കുട്ടികൾക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഗരം മസാല, പിന്നെ കുരുമുളക്, പിന്നെ നമ്മള് കുരുമുളക് ഇട്ടില്ല. കുരുമുളക് ഇട്ടില്ല. നമുക്ക് കുരുമുളക് ഇട്ടില്ലേ? പൊടിയാണ് നമ്മൾ ഇട്ടത്. കുരുമുളക് ഇട്ടാലോ ഇടാതെ ഇത്രയും അടിപൊളി. ചേട്ടാ എങ്ങനെയുണ്ട് ഈ ചിക്കൻ ചേട്ടൻ കുക്ക് ചെയ്ത് ഫുൾ സക്സസ്ഫുൾ ആയി? സ്മോക്ക് ചിക്കൻ പൊട്ടാക്ക ഞാൻ അല്ലല്ല വേണ്ട, എന്റെ ജീവിതത്തിൽ ആ സ്റ്റൈൽ എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് ചിക്കനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു ചിക്കൻ വളരെ വലിയ അത് ഞാൻ പണ്ട് ഓസ്ട്രേലിയ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരുന്നല്ല. 1.5 വയസ്സിൽ അച്ഛൻ ചിക്കൻ എടുത്ത് കൈ തന്നപ്പോ ഞാൻ ഓടിച്ചിട്ട് പേടിച്ചു അടിച്ച് പറിച്ച് തിന്ന. അപ്പം ചേട്ടാ ഈ കഴിഞ്ഞ 2 എപ്പിസോഡ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്താണ് ചേട്ടൻ്റെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ചിക്കൻ പട്ടാക്ക, അന്ന് തേങ്ങാപ്പാൽ രസം എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു 2 എപ്പിസോഡ്? എല്ലാം അടിപൊളിയാണ്. എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മളിതൊന്നും അറിയാതെ ഇങ്ങനെ കയറിയിട്ടെന്ന്. പക്ഷെ ആ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളത്രയും എന്നെ എന്താ സ്വന്തം അനിയനായിട്ട് കരുതി. സ്വന്തം അപ്പൂപ്പനായിട്ട് എന്നെ കരുതി. അത്ര വേണം. ശരി. അല്ല ഞാൻ ഷോയിൽ വന്നാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര ഫ്രീ ആവാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവാണ്. നമ്മളെ ഫ്രീ ആക്കുക എന്നുള്ളത് ഒരു അന്യത ഉണ്ടായില്ല. കൂടി രസമായിരുന്നു. അടിപൊളിയായിരുന്നു. സമ്മാനം കൊടുക്കാം. അപ്പൊ നമുക്ക് വെറുതെ വെറും കൈയോടെ വിടാൻ പറ്റില്ല. നമുക്ക് നേരെ നമ്മുടെ ഗിഫ്റ്റ് സെഷനിലോട്ട് കിടക്കാം. പുട്ട് കഴിക്കാൻ വേണ്ടി നമ്മുടെ മേജർ പുട്ടുപൊടിയാണ്. ഒരു ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട്. അപ്പൊ വീട്ടിൽ പോയിട്ട് നല്ലപോലെ കുറച്ച് 3-4 മാസത്തേക്കുള്ള പുട്ടാണ് നമ്മൾ. സ്കിന്നിന് യാതൊരു വിധത്തിലുള്ള ദോഷവും വരാത്ത, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് തയ്യാറാക്കുന്ന, കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത നമ്മുടെ അലോറെക്സിയറിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. യെസ്, വിലക്കുറവിൽ കണ്ണു വെക്കാതെ ക്വാളിറ്റിയിൽ ശ്രദ്ധ കൊടുക്കാം. നമ്മുടെ കോംഫർട്ടിന്റെ കോക്കനട്ട് ഓയിൽ ആണ്. യെസ്, വീണ്ടും കോക്കനട്ട് ഓയിൽ. യെസ്, അപ്പൊ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച നമ്മുടെ ഷെഫ്ലേയുടെ കുക്ക് വെയർ ആണ്. അപ്പൊ യെസ്, ഷെഫ്ലേ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ LGOന്റെ ബാത്ത് വെയറിന്റെ പ്രൊഡക്ട്സ് ആണ്. നല്ല നല്ല വീടുകൾ, നല്ല നല്ല ടോയ്ലറ്റ്സ്. തെളിഞ്ഞ കവറോടെ നിറഞ്ഞ മനസ്സോടെ ഉള്ള നമ്മുടെ കേര ഡിലൈറ്റിന്റെ കോക്കനട്ട് ഓയിൽ ആണ്. നമ്മൾ ആക്ച്വലി കുക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് ഇതാണ്. വീണ്ടും കോക്കനട്ട് ഓയിൽ. 85 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടെ നമ്മുടെ ജോൺസന്റെ കോഫി ആൻഡ് ടീ പൗഡർ ആണ്. ചേട്ടന്റെ എല്ലാ പ്രഭാതവും അടിപൊളിയായിട്ടിരിക്കട്ടെ. കേരള നേച്ചേഴ്സ് പ്രീമിയം ബനാന, നമ്മുടെ ബനാന ചിപ്സ് ആണ്. ഇത് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. പെരി പെരി, എന്താണ്, സ്വീറ്റ് ഹണി, അങ്ങനെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബനാന ചിപ്സ് കേരളത്തിന്റെ ഫുൾ ഓൾ ഓവർ കേരളയും പുറത്തും നമുക്ക് അവൈലബിൾ ആണ്. 2 ഫ്ലേവേഴ്സ് ഉണ്ട്. ഓൺലൈനിൽ കിട്ടും. പെരി പെരി, സ്വീറ്റ് ഹണി, അങ്ങനെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. കേരളത്തിന്റെ തനത് രുചി, മനസ്സിലെന്ന സംതൃപ്തി, നമ്മുടെ പയോളി മിക്സ്ചറാണ് സംതൃപ്തിയുടെ. യെസ്, നമ്മുടെ കൂടെ ഈ 2 എപ്പിസോഡിലും നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ ഉണ്ടായിരുന്നു. നല്ല ഗംഭീരമായിട്ട് കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റോട് കൂടെ കൈപ്പുണ്യമുള്ള മനുഷ്യനാണ്. നല്ല രുചികരമായിട്ട് നമുക്ക് 2 പേർക്കും ആണെങ്കിലും. ഇപ്പൊ ഷെഫിന്റെ കൂടെ ഞാൻ എത്രയോ ഇപ്പൊ ഈ എപ്പിസോഡ്സ് ഒക്കെ കുറെ മാസങ്ങളായി നമ്മൾ എപ്പിസോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഷെഫിന്റെ കൈപ്പുണ്യമൊക്കെ ഞാൻ പിന്നെയും കഴിച്ചപ്പം ഇന്ന് ഒരു സ്മോക്ഡ് കൈപ്പുണ്യം നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. പുതിയ റെസിപ്പീസ് ആയിട്ടും എന്തൊക്കെയാണോ നമുക്ക് എന്തൊക്കെ വെച്ച് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ ആൻഡ് മണികണ്ഠൻ. ബൈ.